തിരഞ്ഞെടുപ്പ് വേളയിൽ അദാനിക്കും കോർപ്പറേറ്റുകൾക്കുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിക്കുന്നത് കണ്ട് അമ്പരക്കാത്ത ഇന്ത്യക്കാരില്ല. ഒറ്റ ചങ്ങാതിമാരായിരുന്ന മോദിയും അദാനിയും തമ്മിൽ തെറ്റുന്നത് കണ്ട് എല്ലാവർക്കും അമ്പരപ്പായിരുന്നു. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങുന്നവരല്ല ഇന്ത്യൻ ഭരണകൂടമെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞത് കണ്ട് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലുമെത്തി. വീണ്ടും ഇതാ പഴയപടിയായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒത്താശയിലാണെന്നാണ് ആരോപണം. ധാരാവി പുനർവികസന പദ്ധതിയുടെ പേരിലാണ് പുതിയ വിവാദം ഉടലെടുക്കുന്നത്. മുംബൈയിൽ 1253 ഏക്കർ ഭൂമി അദാനി ഗ്രൂപ്പിന് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തെ എതിർത്ത് താക്കറെ വിഭാഗം പ്രതിഷേധം നടത്തിയതിന് പിന്നാലെ കോൺഗ്രസും മാർച്ചുമായി രംഗത്തെത്തിയതോടെ ഇടപാടിന്റെ ചുരുളഴിയുന്നത്. പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ചേരി നിവാസികളെ മുളുന്ദ് സക്കാത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം. മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ള മുളുന്ദിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം നിർമ്മിക്കാനായി മാറ്റിവെച്ച സ്ഥലമാണിവിടം. കൂടാതെ കുറച്ചുപേരെ റെയിൽവേ പരിസരത്തേക്കും മാറ്റും. കുർളയിലെ മദർ ഡയറിയുടെ 21 ഏക്കർ സ്ഥലത്തേക്ക് ബാക്കിയുള്ള ചേരി നിവാസികളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായി അറിയപ്പെടുന്ന ധാരാവിയിൽ 8 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ ധാരാവി പുനർവികസന പദ്ധതിയിലേക്ക് കുർള ഡയറിയുടെ 21 ഏക്കർ പ്ലോട്ട് കൂട്ടിച്ചേർക്കാൻ അനുമതി നൽകിയത് അടുത്തിടെയാണ്. മഹാരാഷ്ട്ര സർക്കാരിന്റെ അദാനി ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ് ഈ പദ്ധതി. ധാരാവിയിലെ അനർഹരായ ചേരി നിവാസികളെ കുർളയിലെ നിർദ്ദിഷ്ട 21 ഏക്കർ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് പറയുന്നത്. ധാരാവിയിലെ സൗകര്യങ്ങൾ നഗരങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 പുനർവികസന പദ്ധതി ആരംഭിച്ചത്. ധാരാവിയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതിലെ താമസക്കാർക്ക് മെച്ചപ്പെട്ട പാർപ്പിട അവസരങ്ങൾ നൽകുന്നതിനും പ്രദേശത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിട്ടാണ് ഈ പദ്ധതി കണക്കാക്കപ്പെടുന്നത്. മുളുന്ദ്, കാഞ്ചൂർമാർഗ്, വണ്ടാല എന്നിവിടങ്ങളിലെ ചേരി നിവാസികൾക്ക് വീടു നൽകാൻ സർക്കാർ നേരത്തെ പ്ലോട്ടുകൾ അനുവദിച്ചിരുന്നു. കുർളയിൽ പുതുതായി കൂട്ടിച്ചേർത്ത 21 ഏക്കർ പ്ലോട്ടിലെ നിലവിൽ ഒരു ഡയറി, സ്റ്റാഫ് താമസ സൗകര്യം, ഒരു കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ്, പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുണ്ട്. 2022 ധാരാവി പുനർവികസന പദ്ധതിയുടെ ചുമതല അദാനി ഉദ്യോഗ് ഗ്രൂപ്പിന് നൽകുന്നത്. തുടർന്ന് അദാനി ഗ്രൂപ്പ് ഈ പ്രദേശത്തെ ഒരു സർവേ ആരംഭിച്ചു. എന്നാൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഈ സർവേ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. അദാനി ആവശ്യപ്പെട്ട ഒഴിഞ്ഞ ഭൂമിയിൽ 45 ഏക്കർ റെയിൽവേയും 18 ഏക്കർ മുളുന്ദ് സക്കാത്തയും ഉൾപ്പെടുന്നു. മുളുന്ദ് മാലിന്യ കൂമ്പാരത്തിൽ 46 ഏക്കർ, മിതാഗറിലെ 283 ഏക്കർ, മാൻഗുർദിൽ മാലിന്യ കൂമ്പാരത്തിൽ 823 ഏക്കർ, BKCയുടെ ജി ബ്ലോക്കിൽ 17 ഏക്കർ ഭൂമി, കുർളയിലെ മദർ ഡയറിയുടെ 21 ഏക്കർ ഭൂമിയും ഉൾപ്പെടുന്നു. അങ്ങനെ 1253 ഏക്കർ ഒഴിഞ്ഞ ഭൂമിയാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽപ്പെട്ട ഭൂമിയാണ് മോദിയുടെ നിർദ്ദേശപ്രകാരം കൈമാറിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്.